ചിന്ത. ഈ ഭൂമിയിൽ കോടിക്കണക്കിന് ജീവിവർഗങ്ങളുണ്ട്. ഭീമാകാരങ്ങളായവ മുതൽ സൂക്ഷ്മജീവികൾ വരെ അതിലുണ്ട്. ഇവയിൽ ചിന്താശക്തി കൊണ്ട് ഏകദൈവം അനുഗ്രഹിച്ചത് മനുഷ്യനെയാണ്. ശരീരാവയവങ്ങളുടെയോ മറ്റേതെങ്കിലും ഭൗതിക മാനദണ്ഡമനുസരിച്ചോ ചെയ്ത സംവിധാനമല്ല അത് തികച്ചും ദൈവിക ദാനമാകുന്നു. അതവന്റെ ജീവിത വിജയവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാലാണ് അത്തരം ഒരു സംവിധാനം ദൈവം നിശ്ചയിച്ചത്. കാരണം മനുഷ്യനേക്കാളും ശക്തിയും വലിപ്പവുമുള്ള ജീവികളൊന്നും അവനെപ്പോലെ ചിന്താശക്തിയുള്ളവരല്ല. ചിന്ത എങ്ങനെ ഉണ്ടാകുന്നു, അതിന് പിന്നിലെ ശക്തിയെന്ത് എന്ന പഠനം അതിസങ്കീർണമാണ്. അതിശക്തനും അജയ്യനുമായ ഏകദൈവത്തിന്റെ സൃഷ്ടി മാഹാത്മ്യത്തിന് മുമ്പിൽ തലകുനിക്കുവാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. മനുഷ്യന്റെ ചിന്ത ഉത്ഭവിക്കുന്നത് അവന്റെ മസ്തിഷ്കത്തിൽ നിന്നാണ്. അതിസങ്കീർണമായ മസ്തിഷ്കത്തെ മനുഷ്യന് ഏതെങ്കിലും വിധത്തിൽ നിർമ്മിക്കാനായാലും അതിൽ ചിന്താശക്തി നിക്ഷേപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. മനുഷ്യന് ദൈവം ചിന്താശക്തി നൽകിയത് അവന്റെ സൃഷ്ടാവായ ദൈവത്തെ കണ്ടെത്തുവാനും അവന്റെ ജീവിതം ഉത്തമമായ രീതിയിൽ കെട്ടിപ്പടുക്കുവാനുമാകുന്നു. അതിനുവേണ്ടി അനസ്യൂതമായ ചിന്ത ആവശ്യമാണ്. പ്രപഞ്ചത്തിലും മനുഷ്യ ശരീരത്തിലും നിറഞ്ഞുകിടക്കുന്ന ഭൗതിക ദൃഷ്ടാന്തങ്ങൾ അതിനുവേണ്ടിയാണ് ദൈവം അവനു മുമ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മനുഷ്യൻ പല രീതിയിലും ചിന്തിക്കുന്നവരാണ്. ടെൻഷൻ നിറഞ്ഞതും സന്തോഷം ഉണ്ടാക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ അവന്റെ ചിന്തയിൽ കടന്നുവരാം. ചിന്തയുടെ വൈകാരിക വൈജാത്യങ്ങൾ മസ്തിഷ്കത്തിലും മനസ്സിലും മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് ശരീരത്തെ മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട്. വൈകാരികതയ്ക്കനുസൃതമായി ശരീരത്തിലെ ഹോർമോണുകളുടെ അളവിൽ വ്യത്യാസം വരും. ആരോഗ്യത്തെ അത് പ്രതികൂലമായി ബാധിക്കും. ചിലപ്പോൾ പ്രതിരോധശേഷിയെ നശിപ്പിച്ചെന്നും വരാം. ഒരാൾ തന്റെ ജീവിതത്തിൽ എന്തുമാത്രം ചിന്തിക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ഓർത്തുവെക്കുന്നുണ്ട് എന്ന് നമുക്ക് കണക്കാക്കാനാകില്ല. മനുഷ്യന്റെ എല്ലാ കണക്കുകൾക്കും ഉപരിയാണത്. ചിന്തയോടൊപ്പം അന്വേഷണവും മനുഷ്യജീവിതത്തിന്റെ ഭാഗമാണ്. അന്വേഷണവും പഠനവും ചിന്തയും എത്രമാത്രം വിശാലമാണെന്ന് അവയെ അളന്ന് കണക്കാക്കാൻ മുതിരുമ്പോൾ മാത്രമേ നമുക്ക് ബോധ്യമാവുകയുള്ളൂ. ശരീരഭാരത്തിന്റെ 2% മസ്തിഷ്കത്തിന്റെ ഭാരം. ഇത്രയും ചെറിയ ഒരവയവത്തിന്റെ പ്രവർത്തനം മനുഷ്യജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. മസ്തിഷ്കത്തെയും ചിന്തയും വികാരങ്ങളും സ്വപ്നവും അന്വേഷണ പഠന കഴിവുകളും കുടികൊള്ളുന്ന നൈസർഗിക ബോധത്തെയും ഏകദൈവത്തിനല്ലാതെ മറ്റാർക്കും ഈ വിധം സംവിധാനിക്കാൻ സാധിക്കുകയില്ല. അവയെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്നതാണ് മനുഷ്യരുടെ ബാധ്യത. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടന്ന പഠന ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നത് തലയോട്ടിക്ക് മുൻവശമുള്ള ഭാഗം, അതായത് നെറ്റിയുടെ മുകൾ ഭാഗമാണ് തലച്ചോറിന്റെ പ്രധാനപ്പെട്ട ചില ധർമ്മങ്ങൾക്ക് കാരണമെന്നാണ്. സെറിബ്രത്തിന്റെ ഈ ഭാഗമാണ് ആസൂത്രണം, പ്രചോദനം, നല്ലതും ചീത്തതുമായ കർമ്മങ്ങൾ ചെയ്യാൻ കാരണമാക്കുന്നത്. ഈ അടുത്ത കാലത്ത് മാത്രം കണ്ടെത്തിയ ഈ വസ്തുതയെക്കുറിച്ച് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة. നിസ്സംശയം അവൻ വിരമിച്ചിട്ടില്ലെങ്കിൽ നാം ആ കുടുമ പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും. കള്ളം പറയുന്ന, പാപം ചെയ്യുന്ന കുടുമ.